കഥയിൽ കാലമുണർന്നൊരു കാലം, കഥയെ കവിത പുണർന്നൊരു കാലം. കഥയിൽ കാലമുണർന്നൊരു കാലം, കഥയെ കവിത പുണർന്നൊരു കാലം. കാലം കാത്തൊരു വിസ്മയ കലയെ കാതിക തീർത്തൊരു കാലം. കാലം കാത്തൊരു വിസ്മയ കലയെ കാതിക തീർത്തൊരു കാലം. കഥാപ്രസംഗകാലം, വീണ്ടും കഥാപ്രസംഗകാലം. കഥാപ്രസംഗകാലം, വീണ്ടും കഥാപ്രസംഗകാലം. നമസ്കാരം. കഥാപ്രസംഗകാലത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഥാപ്രസംഗം എന്ന ജനകീയ കലയുടെ ഉത്ഭവത്തിന് ഇടയാക്കിയ സാഹചര്യവും അതിൻ്റെ ചരിത്രവും ഒന്നും രണ്ടും എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈ കാലഘട്ടത്തിലും കഥാപ്രസംഗ രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് അത്യുന്നതനായി നിൽക്കുന്ന മഹാനായ ഒരു കലാകാരനെയാണ്. കേരളത്തിൽ മുഖവുര ആവശ്യമില്ലാത്ത കലാകാരൻ. കെടാമംഗലം സദാനന്ദനും വി സാംബശിവനുമൊക്കെ കൊടികുത്തി വാഴുന്ന കാലഘട്ടത്തിൽ കഥാപ്രസംഗ രംഗത്തെ സൗന്ദര്യ സങ്കല്പങ്ങളെ തകർത്തെറിഞ്ഞ തൻ്റെ ശബ്ദ ഗാംഭീര്യം കൊണ്ടും ആലാപന ശൈലി കൊണ്ടും അവതരണ മികവ് കൊണ്ടും കഥാപ്രസംഗ ആസ്വാദകരുടെ ഹൃദയത്തിൽ സ്വന്തമായി ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയെടുത്ത ഒരു കലാകാരൻ. ധിക്കാരിയാകണമെങ്കിൽ കാതൽ വേണം എന്ന് പറഞ്ഞത് CJ തോമസ് ആണ്. കരുത്തുറ്റ കാതൽ കൊണ്ട് ധിക്കാരത്തിൻ്റെ സുവിശേഷം സ്വീകരിച്ച കലാകാരൻ കൊല്ലം വി ഹർഷകുമാർ. അദ്ദേഹമാണ് ഇന്ന് തൻ്റെ കലാജീവിതത്തെക്കുറിച്ച് നമ്മോട് പറയുന്നത്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്കത് കേൾക്കാം. കഥ നടക്കുന്ന കാലം ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് 71-ാം ആണ്ടിലാണ്. 2000-ത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ്. പഴയ തലമുറയുടെ ഓർമ്മയുടെ അതിർവരമ്പുകൾക്കൊക്കെ അപ്പുറം പുരാതന റോമിലാണ് പ്രധാനമായും ഈ കഥ നടക്കുന്നത്. മനുഷ്യനെ പല തട്ടുകളായി വേർതിരിച്ച് നിർത്തിയിരുന്ന കാലം. ചില്ലിക്കാശ് കൊടുത്താൽ മനുഷ്യനെ വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന കാലം. അന്നത്തെ ആ മനുഷ്യർ അവർക്ക് ചിരിക്കാൻ പാടില്ല, പ്രതിഷേധിക്കാൻ പാടില്ല. ഞാൻ ഗാഥികൻ പ്രൊഫസർ വി ഹർഷകുമാർ. ഞാൻ കഥാപ്രസംഗ രംഗത്തേക്ക് കടന്നു വന്ന സാഹചര്യം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലിങ്ങനെ പച്ച പിടിച്ച് നിൽക്കുകയാണ്. 64 വർഷങ്ങൾക്ക് മുമ്പാണ്. സുദീർഘമായ ഒരു കാലഘട്ടം. എൻ്റെ അച്ഛനൊരു പോലീസുകാരനായിരുന്നു. അദ്ദേഹം പരവൂർ പോലീസ് സ്റ്റേഷനിലായിരുന്നു ജോലി. അദ്ദേഹത്തിന് കലയുമായി സാഹിത്യവുമായിട്ടൊക്കെ ചെറിയ ബന്ധങ്ങളുണ്ടായിരുന്നു. ഞാൻ വളരെ കുഞ്ഞുനാളിലെ കുറേശ്ശെ പാടുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇവനെ ഒരു കഥാപ്രസംഗം പഠിപ്പിച്ചാൽ എന്താണ്. അതിൻ്റെ ഒരു സാഹചര്യം കൂടെ ഉണ്ടായി. അന്ന് അദ്ദേഹം പരവൂരിൽ നിന്ന് അല്പം അകലെയുള്ള പാരിപ്പള്ളി, അതന്ന് പോലീസ് സ്റ്റേഷനിലെ ഔട്ട് പോസ്റ്റാണ്. അവിടെ ഒരു കേസ് സംബന്ധമായ ഒരു ഭാഗവതർ, ജനാർദ്ദനൻ പിള്ള ഭാഗവതർ ആ പോലീസ് സ്റ്റേഷനിൽ വന്നു. അദ്ദേഹം കഥാപ്രസംഗത്തിൻ്റെ ഹാർമോണിസ്റ്റായിരുന്നു. അദ്ദേഹത്തിനിടയ്ക്ക് അദ്ദേഹം എൻ്റെ പിതാവ് അന്വേഷിച്ചു, എൻ്റെ മകൻ ഇങ്ങനെ പാടുകയും പറയുകയൊക്കെ ചെയ്യുന്നു, ഒരു കഥാപ്രസംഗം പഠിപ്പിക്കണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് നൂറിനാട്ട് ഉള്ള എൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ
നൂറനാട് AM സാഹിബ്, അന്ന് തഴവ KP ജാനമ്മയെ പോലെയുള്ള പ്രശസ്ത കാഥികമാർക്ക് കഥ എഴുതി കൊടുത്തിരുന്ന ഒരു കഥാപ്രസംഗ രചയിതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം സർദാർ KM പണിക്കരുടെ അംബബാലി എന്ന ഖണ്ഡകാവ്യം കഥാപ്രസംഗ രൂപമാക്കി പാരിപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ ഒരു തിരുമുറ്റത്ത് എന്ന് പറയാവുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഗുരുവിൻ്റെ മുമ്പിൽ ദക്ഷിണ നൽകി അങ്ങനെ ഞാൻ കാഥികനായി, കഥാപ്രസംഗകനായി മാറി. അന്ന് 11 വയസ്സ് പ്രായമായിരുന്നു. തുടർന്ന് നിരവധി കഥകൾ അദ്ദേഹത്തിൻ്റേതായി അദ്ദേഹം എഴുതി തരികയും ഗുരുകുല വിദ്യാഭ്യാസ രീതിയിൽ ജനാർദ്ദനൻ പിള്ള ഭാഗവതരുടെ വീട്ടിൽ പോയി നിന്ന് ശാസ്ത്രീയ സംഗീതം അടക്കം കുറേശ്ശെ കഥാപ്രസംഗത്തോടൊപ്പം പഠിക്കുകയും അങ്ങനെ നിരന്തരമായ അഭ്യസനം കഥാപ്രസംഗത്തിന് വളരെ ചെറിയ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് ഭാഗ്യവശാൽ കിട്ടുകയുണ്ടായി. അതാണ് കഥാപ്രസംഗത്തിൽ കടന്നു വരാനുണ്ടായ സാഹചര്യം. അന്നത്തെ ഒരു പ്രത്യേക അനുഭവം എന്ന് പറയുന്നത്, ഇത്രയേറെ കാഥികരൊന്നും അന്ന് രംഗത്തില്ല. എങ്കിലും സാമ്പസാറും കടാമംഗലം സദാനന്ദൻ മാസ്റ്ററും എല്ലാം മുടിചൂടാ മന്നന്മാരായി വിരാജിക്കുന്ന കാലഘട്ടമായിരുന്നു അത്. എങ്കിൽ പോലും വളരെ ചെറുപ്രായത്തിലേക്ക് കടന്നു വന്ന ഒരു കൊച്ചുകുട്ടിയുടെ സാധാരണമല്ലാത്ത കഥാപ്രസംഗ പ്രകടനം കണ്ട ആളുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ചില വേദികളിൽ 100 നാരങ്ങ, ഗിൽറ്റ് മാല, നോട്ടുമാല, അന്ന് വലിയ വിശിഷ്ട ഒരു സമ്മാനമാണ് ഈ സ്റ്റീൽ പാത്രങ്ങൾ. ഇതെല്ലാം വന്നിങ്ങനെ മറിയുമായിരുന്നു. അപ്പോൾ അതൊരു വല്ലാത്ത ആവേശകരമായ അനുഭവമായിരുന്നു. കഥാപ്രസംഗം മാത്രമാണ് അന്ന് ഉത്സവ പറമ്പുകളിൽ പ്രധാന കലാപരിപാടിയായി. നാടകമൊന്നും അന്ന് തുടങ്ങിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസം, ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുമ്പോൾ ഒരു ദിവസം 2 പരിപാടി വെച്ച് പറഞ്ഞിട്ട് പകൽ പറഞ്ഞിട്ടാണ്, അല്ല രാത്രി പറഞ്ഞിട്ടാണ് പകൽ വന്ന് ഞാൻ ഈ പരീക്ഷ, പബ്ലിക് പരീക്ഷ എഴുതി. എന്നിട്ട് പോലും ഫസ്റ്റ് ക്ലാസ്സിൽ അന്ന് പാസ്സാവാൻ ഉള്ളൊരു അവസരം എനിക്കില്ല. പഠിക്കാൻ സാമാന്യം ഭേദപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് കൊല്ലം SN കോളേജിലേക്ക് വന്നപ്പോൾ എൻ്റെ വായനയുടെ ചക്രവാളം വികസിച്ചു. അനുഭവം, കലാപരമായ അനുഭവം, പ്രത്യേകിച്ച് SN കോളേജിലെ അന്തരീക്ഷം എല്ലാത്തിനും യോജ്യമായിരുന്നു. കഥാപ്രസംഗം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി പ്രസംഗം, ഡിബേറ്റ്, അതിലെല്ലാം ഞാൻ ചേർന്നു. പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ഫെഡറേഷനുമായിട്ടുള്ള ബന്ധം. ഞാൻ അന്ന് KSF ആയിരുന്നു. SFI പിന്നീടാണ് രൂപവൽക്കരിക്കപ്പെട്ടത്. KSFിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്ന് അന്ന് KSUവിനെ തോൽപ്പിച്ചുകൊണ്ട് ആദ്യമായി, അന്ന് KSUവിൻ്റെ പുഷ്കര കാലമാണ്, ഞാൻ യൂണിവേഴ്സിറ്റിയുടെ കൗൺസിലറായി SN കോളേജിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ട്. ആ കാലഘട്ടത്തിലാണ് മലയാളം BAക്ക് ഞാൻ ചേർന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രബുദ്ധമായ മലയാളം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒന്നായിരുന്നല്ലോ SN കോളേജിൽ. പ്രൊഫസർ ചന്ദ്രശേഖരൻ, കിളിമാനൂർ രമാകാന്തൻ, കല്ലട രാമചന്ദ്രൻ, KP അപ്പൻ തുടങ്ങിയ മഹാരഥന്മാരായ മലയാള ഭാഷാ പണ്ഡിതന്മാരുടെ ഒരു നിര. ആ വായന, അവരുമായിട്ടുള്ള ബന്ധം, അങ്ങനെയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ കടന്ന് വരുവാനുണ്ടായ സാഹചര്യമുണ്ടായത്. ഒഴുകി ഒഴുകി ഒഴുകിയെത്തും മയ്യഴിപ്പുഴ, പഴയ കഥകളായിരം പറയുമല്ലോ പറയുമല്ലോ. ഇത് ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥയാണ്. ഫ്രഞ്ചുകാരുടെ അധീനതയിലിരുന്ന മയ്യഴി എന്ന പ്രദേശം സ്വാതന്ത്ര്യമടഞ്ഞതിന്റെ പിന്നിലുള്ള ധീരോദാത്തമായ കഥ. ആ നാട് സ്വാതന്ത്ര്യമടഞ്ഞതിന്റെ പിന്നിൽ അനവധി ആളുകൾ രക്തസാക്ഷികളായിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും അവസാന വിജയം മണ്ണിന്റെ മക്കൾ തന്നെ നേടിയെടുത്തു. ഈ സമരചരിത്രമെല്ലാം കണ്ട മയ്യഴിപ്പുഴ പഴയതുപോലെ മദാലസിയായി ഒഴുകി ഒഴുകി കടന്നു പോകുന്നു. ഒഴുകി ഒഴുകി ഒഴുകിയെത്തും മയ്യഴിപ്പുഴ,
പഴയ കഥകളായിരം പറയുമല്ലോ പറയുമല്ലോ. ഒരു വീണ കൈകളെ നിങ്ങൾ തൻ കഥകൾ കരളുവിങ്ങി എന്നും അവർ പറയുമല്ലോ. ഒഴുകി ഒഴുകി ഒഴുകിയെത്തും പൈയഴിപ്പുഴ പഴയ കഥകളായിരം പറയുമല്ലോ പറയുമല്ലോ. എസ്.എൻ. കോളേജിൽ ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഈ പുസ്തകം എന്നെ നിർബന്ധിച്ച് കല്ലട രാമേന്ദ്ര സാറാണ് ഈ പുസ്തകം എനിക്ക് പോയിൻ്റ് ഔട്ട് ചെയ്തത്. ആ കഥാപ്രസംഗത്തിൻ്റെ രചനയും സംഗീതവും ഉൾപ്പെടെ അന്ന് നിർവഹിക്കാൻ എന്നെ സഹായിച്ച ഹാർമോണിസ്റ്റുകളുണ്ടായിരുന്നു. അന്നത്തെ ത്യാഗരായൻ ഭാഗവരെ പോലെയുള്ള പ്രബുദ്ധന്മാരായ ആളുകൾ അന്ന് ഉണ്ടായിരുന്നു. അന്ന് ഈ കഥ കേൾക്കാൻ കേരളത്തിലാകമാനം ഈ കഥ അവതരിപ്പിച്ചു. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ വായനക്കാരായ യുവാക്കളുടെ ഒരു നിര ഞാൻ മുമ്പേ എന്ന ആവേശത്തോടു കൂടി സദസ്സിൻ്റെ മുൻനിരയിലേക്ക് വന്ന് ഉപവിഷ്ടരാകുന്ന ആവേശകരമായ കാഴ്ച ഞാനിപ്പോഴും ഓർക്കുകയാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന നോവൽ അന്ന് സാംസ്കാരിക രംഗത്തും വല്ലാത്ത ചലനം സൃഷ്ടിച്ചിരുന്നു. ഓരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴും അവിടെ ആളുകൾ പറഞ്ഞു ഈ കഥ തന്നെ പറയണം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. അതിൻ്റെ കഥാന്ത്യത്തിൽ നായകൻ്റെ പര്യവസാനം, പ്രത്യേകിച്ച് ദാസൻ എന്ന നായകനൊരു വെള്ളിയാം കല്ലിൽ തുമ്പിയായി പറന്ന് അനന്തതയിലേക്ക് വിലയം പ്രാപിക്കുന്ന ആത്മഹത്യക്ക് തുല്യമായ കഥാനായകൻ്റെ അന്ത്യം ഒരു പുരോഗമന പ്രസ്ഥാനക്കാരനായി യോജിച്ചതല്ല എന്ന് എൻ്റെ പാർട്ടിക്കാർ പോലും എന്നെ വിമർശിച്ച സന്ദർഭത്തിൽ പോലും ഒരു ഭാഗം ആളുകൾ പറഞ്ഞു. കലാമൂല്യമാണ് പ്രധാനം. ആ കലാമൂല്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ മാസവും ഞാൻ പറഞ്ഞു 3401 വേദിയിൽ പെൻഷനേഴ്സിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് CKS മെമ്മോറിയൽ ഹാളിൽ ഞാൻ കഥ പറഞ്ഞ് തീർന്നപ്പോൾ ആളുകൾ അതിലെ വരികളിങ്ങനെ അനുരണനം ചെയ്ത് പോകുന്നത് ഞാൻ കേട്ടു. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് KP സജിനാഥ്. പ്രൊഫസർ V ഹർഷകുമാർ മലയാളിയെ സംബന്ധിച്ച് കഥ പറഞ്ഞ് അവനെ ഉണർത്തിയ, അവന് ചുമതലാബോധം നൽകിയ, അവനെ കർമ്മനിരതനാക്കിയ ഒരു കലാപ്രസ്ഥാനത്തിൻ്റെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ഉന്നത ശീർഷനായ ഒരു കലാകാരൻ. 11ാമത്തെ വയസ്സിൽ KM പണിക്കരുടെ അമ്പപാലിക എന്ന് പറയുന്ന കഥ വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അരങ്ങേറ്റം കുറിച്ച ഈ കലാകാരൻ അന്ന് 11 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നുള്ളൂ. ആ കഥാപ്രസംഗം അവസാനിക്കുമ്പോൾ ഒരു താരോദയമാണ് അവിടെ ഉദയം കൊണ്ടത്. കൊല്ലം ജില്ലയിലെ പരവൂർ പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ, ആ ക്ഷേത്ര മൈതാനിയിൽ. തുടർന്ന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത 6-7 പതിറ്റാണ്ടുകൾ അദ്ദേഹത്തിൻ്റെ കലാലോകവുമായി കഥാലോകവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തെടുക്കുവാൻ കഴിയും. പിന്നീട് അനവധി വേദികൾ, അനവധി വിശ്വസാഹിത്യ കഥകൾ, പുരാണങ്ങൾ, ഖണ്ഡകാവ്യങ്ങൾ കൃത്യതയോടുകൂടി മലയാളികളെ പറഞ്ഞു പഠിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. കഥയിൽ കാലമുണർന്നൊരു കാലം, കഥയെ കവിത പുണർന്നൊരു കാലം. കഥയിൽ കാലമുണർന്നൊരു കാലം, കഥയെ കവിത പുണർന്നൊരു കാലം. കാലം കാത്തൊരു വിസ്മയ കലയെ കാതിക തീർത്തൊരു കാലം. കാലം കാത്തൊരു വിസ്മയ കലയെ കാതിക തീർത്തൊരു കാലം. കഥാപ്രസംഗകാലം, വീണ്ടും കഥാപ്രസംഗകാലം. കഥാപ്രസംഗകാലം, വീണ്ടും കഥാപ്രസംഗകാലം.